ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിത് ഒരു പഴയ പാൻറ്റ് മോൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ പാൻറ്റുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരുപാട് ഐഡിയാസ് ചെയ്യാം. അത് ലെങ്ത്തൊക്കെ കുറഞ്ഞു എന്ന് വിചാരിച്ചാലും കളയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇതേപോലെ ഒന്ന് രണ്ട് കാലുകളും ചേർത്ത് മടക്കിയിടുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ. നമ്മുടെ ലെങ്ത്ത് കുട്ടികൾക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് എടുത്തതിന് ശേഷം നമ്മളൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഷോർട്സ് ആണെങ്കിൽ ഷോർട്സിൻ്റെ ലെങ്ത്ത്, സ്കേർട്ട് ആണെങ്കിൽ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കേട്ടോ. കുട്ടികളെ ഗേൾസിനും ബോയ്സിനും യൂസ് ചെയ്യാമല്ലോ. സ്കേർട്ട് ആയിട്ട് ഗേൾസിനും ബോയ്സിനും ഷോർട്സ് ആയിട്ട് യൂസ് ചെയ്യാം. ആ ഭാഗം കളയണ്ട കേട്ടോ. കാല് ബാക്കി വെട്ടിയത് അതങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ മടക്കി അടിച്ചൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇപ്പോൾ ജീൻസ് പാൻറ്റൊന്നും കുഴപ്പമില്ല, രണ്ട് നൂല് അവിടെ നിന്ന് വെടിയിച്ചിട്ട് കഴിഞ്ഞാലും മതി. ജസ്റ്റ് മടക്കി തുന്നി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോർട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരുപാട് പ്രാവശ്യം ചെയ്യാറുണ്ട് കേട്ടോ, മോന് ലെങ്ത്ത് കുറയുന്ന സമയത്ത്. ഇനി വേറൊരു ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ ബോയ്സിൻ്റെ ഇത് നമുക്ക് താഴെ ഗേൾസ് ആണെങ്കിലും അതേപോലെ തന്നെ ഗേൾസിൻ്റെ പാൻറ്റ് ഷോർട്ടായാലും ഇപ്പോൾ നമ്മുടെ പാൻറ്റുകൾ തന്നെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണ്. ആദ്യം തന്നെ നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചിട്ട് ആ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് നിങ്ങൾ കളയരുത് കേട്ടോ. കട്ട് ചെയ്യുന്നത് ഇതിനോട് ഒരുപാട് യൂസസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാലിൻ്റെ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കട്ട് ചെയ്ത് എടുക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഇതേപോലെ മറച്ചിട്ടതിന് ശേഷം ഇങ്ങനെ പിടിച്ച് ഇതേപോലെ ഇടുക. അതായത് രണ്ട് കട്ടിങ് ഭാഗങ്ങൾ നമ്മൾ ഇതേപോലെ പിടിച്ച് ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ കറക്റ്റായിട്ട് ഈ രണ്ട് കട്ട് ചെയ്ത ഭാഗങ്ങളുണ്ട്, അത് രണ്ടും നമ്മളൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് സ്ട്രെയിറ്റ് കട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് ബാക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു ഭാഗം കളയാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. കുട്ടികളാകുമ്പോൾ എന്തായാലും കുറച്ച് സ്ട്രെയിറ്റ് ആക്കിയാലും കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഭാഗങ്ങൾ നമ്മൾ മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ താഴെ ഭാഗം കൂടി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഡയാന സ്കേർട്ടില്ലേ അതിൻ്റെയൊക്കെ പോലത്തെ ഒരു സ്റ്റൈൽ കിട്ടും കേട്ടോ. വേണമെങ്കിൽ ബാക്ക് ഭാഗത്ത് ഒരു സ്ലിറ്റും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ പാൻറ്റുകളൊന്നും ഉണ്ടെങ്കിൽ ഇനി ആരും കളയണ്ട. ഇതേപോലെയൊക്കെ ചെയ്ത് കുട്ടികൾക്ക് വീണ്ടും റീയൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതേപോലെ തന്നെ ഈ സൈഡിൽ വേണമെങ്കിൽ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് കൊടുക്കാം, കുറച്ചും കൂടി ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്കെയിൽ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്നിട്ട് മടക്കി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ബാക്കിലായിട്ടും കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നും ഡെയിലി നമ്മൾ വീഡിയോസ് ഇനി മുതൽ ഇടുന്നതായിരിക്കും. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്ന് ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്നുകൂടി ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇതേപോലെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഡിസൈനിങ് ആയിട്ടുള്ള നമ്മുടെ ഡ്രസ്സുമൊക്കെ ഉള്ളല്ലേ അത് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളൊരു ജസ്റ്റ് ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, അത് ഇതിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫാൻസി ലുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. പഴയ പാൻറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐഡിയാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഭംഗിയുള്ള ത്രെഡൊക്കെ ഇല്ലേ, ലേസ് പോലത്തെ സംഭവങ്ങളൊക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് കെട്ടി ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ഹാങ്ങിങ് പോലെയൊക്കെ ആക്കിയിട്ട് കൊടുത്താലും നല്ല രസമായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത തരത്തിലുള്ള സ്കേർട്ടുകളും അതുപോലെ തന്നെ എന്താണ് ഷോർട്ട്സുകളുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ പഴയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ക്വാളിറ്റിയുടെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കുട്ടികൾക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.